Festivals are special days. We have fun on these days. Let us read about some festivals. എന്താണ് പറഞ്ഞത്? ഫെസ്റ്റിവൽസ് എപ്പോഴും നല്ല ഫണ്ണാണ് അല്ലേ, നല്ല ഹാപ്പിയാണ് നമ്മൾ ഫെസ്റ്റിവൽസിന് അല്ലേ. എല്ലാ ആഘോഷങ്ങളും നമുക്ക് എന്താണ് വളരെ ഇഷ്ടമാണ് അല്ലേ. നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കും, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരും, ഒരുപാട് ഫുഡ് ഉണ്ടാക്കും, നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കൊക്കെ പോവും. അപ്പൊ ഫെസ്റ്റിവൽസ് എന്താണ്, നല്ല ഫണ്ണാണ് അല്ലേ. We are enjoy festivals and let us read about some festivals. നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽസിനെ കുറിച്ച് പഠിക്കാം അല്ലേ. നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അബൌട്ട് ദിവാലി, ഈദ്, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാലും ഒന്നുകൂടെ ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, Diwali is the festival of lights. It is celebrated all over India. On Diwali, we offer puja to goddess Lakshmi. People decorate their houses with candles, diyas, and electric lights. Some also make beautiful designs called rangoli outside their houses. People give sweets and gift to each other. എന്താണ് പറയുന്നത്? Diwali is the festival of lights. ദീപങ്ങളുടെ അല്ലേ, ലൈറ്റുകളുടെ ഉത്സവമാണ് ദീപാവലി അല്ലേ. ദീപങ്ങളുടെ ഉത്സവത്തിനെയാണ് we called Diwali. Then it is celebrated all over India. ഇത് എന്ത് ചെയ്യുന്നു? ഇന്ത്യ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ദീപാവലി അല്ലേ. Then we offer puja to goddess Lakshmi. ലക്ഷ്മി ദേവിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൂജ ചെയ്യും അല്ലേ. ദീപാവലിക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലക്ഷ്മി ദേവിക്ക് പൂജ ചെയ്യാണ് ദീപാവലിക്ക് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ്. Then people decorate their houses with candles, diyas and electric lights. People decorate their houses അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും അല്ലെ, വിത്ത് ലൈറ്റ്സ്. ലൈറ്റുകൾ കൊണ്ടല്ലേ, ദീപങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. Then some also make beautiful designs called rangoli outside their houses. We make rangoli outside our house. നമ്മൾ നമ്മുടെ വീടിന്റെ പുറത്ത് എന്ത് ചെയ്യാറുണ്ട്? രംഗോലി എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ ഉണ്ടാക്കും അല്ലെ, വിത്ത് യൂസിങ് ഡിഫറെന്റ് കളേഴ്സ്. ഒരുപാട് കളറിലുള്ള പൊടികൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? രംഗോലി ഡിസൈൻസ് ചെയ്യാറ്. ആ പിക്ചറിൽ നോക്കിയാൽ കാണാം അല്ലെ, അവിടെ എന്താണ്? ഒരു ഫാദറും മകളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? രംഗോലി ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് രംഗോലി എന്ന് പറയാ. വീടിന്റെ മുമ്പില് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഒരു ഡിസൈൻ ഉണ്ടാക്കും അല്ലെ, അതിനെയാണ് നമ്മൾ രംഗോലി എന്ന് വിളിക്കുക. ആൻഡ് people give sweets and gift to each other. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് കൊടുക്കും? സ്വീറ്റ്സും സമ്മാനങ്ങളും കൊടുക്കും അല്ലെ. സ്വീറ്റ്സ് എന്താണ്? മധുരമുള്ള പലഹാരങ്ങൾ അല്ലെ. ലഡു, ജിലേബി ഒക്കെ എന്താണ്? സ്വീറ്റ്സ് ആണ്. അതുപോലെ മധുരമുള്ള സ്വീറ്റ്സ് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അല്ലെ. ദെൻ ഗിഫ്റ്റും സമ്മാനങ്ങളും കൊടുക്കും ഫെസ്റ്റിവൽസിന്. അതാണ് ദീപാവലി. ദീപാവലി is the festival of light. What is the festival of light? അല്ലെങ്കിൽ dash is the festival of light എന്ന് ചോദിച്ചാൽ എന്ത് പറയും? Diwali is the festivals of light എന്നാണ് പറയേണ്ടത് അല്ലെ. ദീപാവലിയാണ് ദീപങ്ങളുടെ ഉത്സവം. ഓക്കെ, then ഈദ്. ഈദ് നമ്മൾ ഈദിനെ കുറിച്ച് ഒക്കെ പറഞ്ഞതാണ് അല്ലെ. ഈദ് is celebrated after a month of fasting. People wear new clothes. They pray in groups in mosque. A sweet dish called zivain is cooked. Some people give money and clothes to the poor. എന്താണ്? Eid is celebrated after a month of fasting. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വ്രതം, നോമ്പ് അല്ലേ. നോമ്പിനെയാണ് എന്ത് പറയാ? ഫാസ്റ്റിംഗ്. ഭക്ഷണം കഴിക്കാതെ നമ്മൾ നോമ്പ് എടുക്കാറുണ്ട്. അപ്പോ Eid is celebrated after a month of fasting. ഒരു മാസത്തെ വ്രതത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ആഘോഷിക്കാറ്? ഈദ് ആഘോഷിക്കാറ് അല്ലേ. നോമ്പ് എടുത്തിട്ട് ആണ് നമ്മൾ ഈദ് ആഘോഷിക്കാറ്. Then people wear new clothes. എന്ത് ചെയ്യും ആൾക്കാര്? പുതിയ വസ്ത്രങ്ങളൊക്കെ എടുക്കും അല്ലേ. ഈദിന് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. Then they pray in groups in mosque. എന്ത് ചെയ്യാറുണ്ട്? നമ്മള് പള്ളിയിൽ പോയിട്ട് അല്ലേ, മുസ്ലിം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. A sweet dish called zivain is cooked. എന്ത് ചെയ്യും? ഒരു മധുരമുള്ള zivain എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും അല്ലേ. ഒരു സ്വീറ്റ് ആണ് zivain is preparing in Eid. ഈദിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫുഡാണ് zivain. എന്താണ് മക്കളെ, കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പൊ എന്താണ്? നമ്മള് zivain ഉണ്ടാക്കും. Some people give money and clothes to the
പുവർ പാവപ്പെട്ടവർക്ക് ചില ആൾക്കാർ എന്ത് ചെയ്യും ഡ്രസ്സും പണവും ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ അതായത് ഇതിന് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാറുണ്ട് ഡ്രസ്സും പൈസയും ഒക്കെ കൊടുക്കാറുണ്ട് then Eid and Diwali is clear ഈദ് എന്താണ് ദിവാലി എന്താണെന്ന് ക്ലിയർ ആയോ then ക്രിസ്മസ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്മസിനെ കുറിച്ചാണ് അല്ലേ ക്രിസ്മസ് വരാൻ പോവാണല്ലേ എപ്പോഴാണ് ക്രിസ്മസ് എപ്പോഴാണ് റിച്ചാർഡ് ക്രിസ്മസ് എപ്പോഴാണ് ഡിസംബറിലാണോ ജനുവരിയിലാണോ ഡിസംബർ 25th അല്ലേ വരാൻ പോവാണ് ക്രിസ്മസ് വരാൻ വേണ്ടി പോവാണ് അല്ലേ ഡിസംബർ 25th ക്രിസ്മസ് ഉണ്ടാവുക അല്ലെ ഈ മാസമാണ് അല്ലേ അപ്പൊ ഇതെന്താണ് മഞ്ഞൊക്കെ ഉള്ള മാസമാണ് അല്ലെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള വിന്റർ സീസൺ ആണിത് ഈ സീസണിലാണ് എന്തുണ്ടാവുക ക്രിസ്മസ് അല്ലേ ഡിസംബർ 25th ക്രിസ്മസ് ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th ഡിസംബർ ഓക്കെ ഡിസംബർ 25 നമ്മൾ എന്ത് ചെയ്യാറ് ക്രിസ്മസ് ആഘോഷിക്കാറ് ഓക്കെ then it is the birthday of Jesus Christ ആരുടെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് ജീസസ് ക്രൈസ്റ്റിന്റെ അല്ലേ അതായത് ഉണ്ണി യേശുവിന്റെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെ ഡിസംബർ 25th ആരുടെ ബർത്ത്ഡേ ആണ് ഉണ്ണി യേശുവിന്റെ അല്ലെ ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അന്നാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറ് പീപ്പിൾ പ്രേ ഇൻ എ ചർച്ച് നമ്മൾ എന്ത് ചെയ്യും ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കും അല്ലെ ചർച്ച് എന്താണ് ക്രിസ്ത്യൻ പള്ളി അല്ലെ മോസ്ക് എന്താണ് മോസ്ക് മുസ്ലിം പള്ളി ആൻഡ് ചർച്ച് ക്രിസ്ത്യൻ പള്ളി അപ്പൊ ഈദിന് നമ്മൾ എവിടെയാ പോവാ ഈദിന് നമ്മള് മോസ്കിൽ പോയി പ്രാർത്ഥിക്കും പക്ഷെ ക്രിസ്മസിന് നമ്മള് ചർച്ചിൽ പോവും അല്ലെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് നമ്മൾ പ്രേ ചെയ്യും then at home people decorate the Christmas tree with gifts and lights they wish each other merry Christmas എന്ത് ചെയ്യും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മാരി ക്രിസ്മസ് എന്ന് വിഷ് ചെയ്യും അല്ലെ ക്രിസ്മസ് ആശംസകൾ പറയും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും മെസ്സേജ് അയക്കും ഹാപ്പി ക്രിസ്മസ് മാരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും മെസ്സേജ് അയക്കാറുണ്ട് പിന്നെയോ ആശംസകൾ പറയാറുണ്ട് അല്ലെ പിന്നെ എന്താണ് വേറെ എന്തൊക്കെയാണ് ചെയ്യാറ് ക്രിസ്മസിന് പീപ്പിൾ ഡെക്കറേറ്റ് ദ ക്രിസ്മസ് ട്രീ വിത്ത് ഗിഫ്റ്റ് ആൻഡ് ലൈറ്റ്സ് നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും അല്ലെ ക്രിസ്മസ് ട്രീ കണ്ടിട്ടുണ്ടോ യെസ് ഓക്കെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാറുണ്ട് അതായത് ഒരു ചെറിയ ട്രീന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും കുറെ ഗിഫ്റ്റും ലൈറ്റും ഒക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും അല്ലെ അതിനെ നല്ല ഭംഗിയാക്കി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും കുറെ ലൈറ്റും കുറെ ഗിഫ്റ്റും ഒക്കെ എന്താണ് കെട്ടി തൂക്കിയിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും പിന്നെന്താണ് ഉണ്ടാക്കുക പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട് അല്ലെ പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട് നല്ല പുല്ലുകൊണ്ട് എന്താണ് ഒരു വീട് ഉണ്ടാക്കും അല്ലെ അതായത് ഉണ്ണീശു എവിടെയാണ് ജനിച്ചതെന്നാ പറയുന്നേ തൊഴുത്തിലാണ് അല്ലേ ആടുകളും പശുവൊക്കെ ഉള്ള തൊഴുത്തിലാണ് ഉണ്ണിയേശു ജനിച്ചത് അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തുണ്ടാക്കും തൊഴുത്ത് പോലെ പുല്ലുകൊണ്ടൊരു വീട് ഉണ്ടാക്കും അല്ലെ പുൽക്കൂട് ഉണ്ടാക്കുമല്ലേ ക്രിസ്മസിന് ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കും പിന്നെ അതും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും അല്ലെ അതിന്റെ അകത്ത് എന്ത് വെക്കും ഉണ്ണിയേശുവിന്റെ ഉണ്ണിയേശുവിന്റെ രൂപം വെക്കാറുണ്ട് പിന്നെ മെഴുകുതിരി ഒക്കെ കത്തിച്ച് വെച്ച് നല്ല ഭംഗിയാക്കാറുണ്ട് അല്ലെ പുൽക്കൂട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെ ക്രിസ്മസിന് പിന്നെ എന്താണ് ഏറ്റവും സ്പെഷ്യൽ എന്താണ് ക്രിസ്മസ് കേക്ക് അല്ലെ നമ്മൾ കേക്ക് ഉണ്ടാക്കും കേക്ക് വാങ്ങിക്കും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ പിന്നെ ആരാ വരിക ക്രിസ്മസ് അപ്പൂപ്പനും വരാറുണ്ട് അല്ലെ രാത്രി ആവുമ്പോ ചെണ്ടയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ആര് വരും ക്രിസ്മസ് അപ്പൂപ്പനും വരും പക്ഷെ ഈ വർഷം കൊറോണയൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ വരുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണല്ലേ വരുമോ വരാൻ ചാൻസ് കുറവാണല്ലേ അപ്പൊ നമ്മള് ക്രിസ്മസ് നമ്മൾ ഇങ്ങനെയാണ് ആഘോഷിക്കാറ് അല്ലെ ക്രിസ്മസ് അപ്പൂപ്പൻ വരാറുണ്ട് കേക്ക് ഉണ്ടാക്കാറുണ്ട് കേക്ക് കട്ട് ചെയ്യാറുണ്ട് പുൽക്കൂട് ഉണ്ടാക്കും ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മള് ക്രിസ്മസ് ആഘോഷിക്കാറ് അല്ലെ അപ്പൊ ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് 25th ഡിസംബർ മറന്നു പോകരുത് എപ്പോഴാണ് ക്രിസ്മസ് 25th ഡിസംബർ ആൻഡ് പീപ്പിൾ പ്രേ ഇൻ ചർച്ച് അല്ലെ ക്രിസ്മസിന് നമ്മള് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് then at home people decorate the Christmas tree നമ്മള് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട് വിത്ത് ലൈറ്റ്സ് ആൻഡ് ഗിഫ്റ്റ് കുറെ ഗിഫ്റ്റും ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ
ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, ഡിസംബറിൽ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാർ ഒക്കെ വാങ്ങിച്ചിട്ട് തൂക്കാറുണ്ട് അല്ലേ. കടകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർ വാങ്ങിക്കും അല്ലെ. മിസ്സിന്റെ വീട്ടില് ഇന്നലെയാണ് വാങ്ങിച്ചത്. ഇന്നലെ സ്റ്റാർ വാങ്ങിച്ചു. എന്നിട്ട് സ്റ്റാർ ഒക്കെ നമ്മൾ തൂക്കാറുണ്ട് ക്രിസ്മസിന് അല്ലേ. കുറെ ഡിസംബർ 1 മുതലാണ് നമ്മൾ അങ്ങനെ ചെയ്യാറ് അല്ലേ. ഡിസംബർ ഫസ്റ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യും, ക്രിസ്മസ് സ്റ്റാർ ഒക്കെ ചെയ്യാറുണ്ട് വീട്ടിൽ അല്ലേ. അപ്പൊ എന്താണ്, ക്രിസ്മസ് അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുക. അപ്പൊ ഈദിന് നമ്മൾ എവിടെ പോകും? ഓൺ ദ ഡേ ഓഫ് ഈദ് വി ഗോ ടു മോസ്ക് ആൻഡ് പ്രേ അല്ലേ. മോസ്കിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ഈദിന്. ആൻഡ് ക്രിസ്മസ് വി സെലിബ്രേറ്റഡ് ഓൺ 25th December ആൻഡ് പീപ്പിൾ പ്രേ ഇൻ ദ ചർച്ച്. നമ്മൾ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കാറ് അല്ലേ. ദെൻ ഗുരുപർവ്സ്. ഗുരുപർവ്സിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല അല്ലെ. നമുക്ക് അറിയാത്ത ഒരു സെലിബ്രേഷൻ ആണ് ഗുരുപർവ്സ്. കേട്ടിട്ടുണ്ടോ ഗുരുപർവ്? ഇല്ല അല്ലെ, നമുക്കറിയില്ലതാ. അതെന്താണ്, ദിവാലി ഒക്കെ നമുക്ക് അല്പം ഫെമിലിയർ ആണല്ലേ. ദിവാലി നമുക്കറിയാം. ആൻഡ് ഗുരുപർവ് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു എന്താണ്, ഫെസ്റ്റിവൽ ആണ്. നമുക്ക് നോക്കാം അല്ലേ എന്താണ് ഗുരുപർവ്. വാട്ട് അബൌട്ട് ഗുരുപർവ്? ലിസൺ. Gurupurvs are the birthdays of Sikh Gurus. People pray in Gurudwaras. They prepare and distribute food. Gurudwaras and houses are decorated with light. എന്താണ്, Gurupurvs are the birthday of the Sikh Gurus. നമ്മള് എന്താണ്, ക്രിസ്മസ് പറഞ്ഞ മാതിരി, ക്രിസ്മസ് എന്താണ്, ക്രിസ്മസ് is the birthday of Jesus Christ അല്ലെ. ഉണ്ണി യേശുവിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാറ്. അപ്പൊ ഗുരുപർവ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഗുരുപർവ് ആർ ദ ബർത്ത്ഡേ ഓഫ് സിഖ് ഗുരു അല്ലെ. സിഖ് ഗുരുക്കന്മാരുടെ അല്ലെ. സിഖിലൊക്കെ സിഖ് ടൈപ്പിലുള്ള ഗുരുക്കന്മാരുടെ എന്താണ്, ബർത്ത്ഡേ ആണ് അല്ലെ. സിഖ് എന്ന് കേട്ടിട്ടുണ്ടോ? എങ്ങനെയാ നിങ്ങൾക്ക് അത് പറഞ്ഞു തരിക അല്ലെ. സിഖ് ഗുരുക്കന്മാരുണ്ട്, അതായത് സന്യാസിമാരെ പോലുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലെ, ഗുരുക്കന്മാരുണ്ട്. സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേകളാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുക, ഗുരുപർവാസ് ആയിട്ട് ആഘോഷിക്കുക. നമ്മൾ അത് ചെയ്യാറില്ല അല്ലെ. നമ്മൾ ഗുരുപർവ ആഘോഷിക്കാറുണ്ടോ? വി ഹാവ് നോ ഐഡിയ അബൌട്ട് ഗുരുപർവ് അല്ലെ. നമുക്ക് അറിയില്ല എന്താണ് ഗുരുപർവ് എന്ന്. പക്ഷെ സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ് ഗുരുപർവായിട്ട് അവര് ആഘോഷിക്കാറ്. ആൻഡ് പീപ്പിൾ പ്രേ ഇൻ ഗുരുദ്വാര. ഗുരുദ്വാരാസിൽ അല്ലെ നമ്മൾ ഈദിന് മോസ്കിൽ പോയി പ്രേ ചെയ്യും. ആൻഡ് ക്രിസ്മസിന് ചർച്ചിൽ പോവാറുണ്ട്. അതുപോലെയാണ് ഗുരുപർവ്. ഗുരുപർവിന് അവരെന്താ ചെയ്യാറ്, ഗുരുദ്വാര എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട് അല്ലെ. ഗുരുദ്വാരാസ്, ഗുരുക്കന്മാരുടെ ക്ഷേത്രം പോലുള്ള പ്ലേസ് ആണത് ഗുരുദ്വാര. അവിടെ പോയി അവരെന്ത് ചെയ്യും, പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. ആൻഡ് ദേ പ്രിപ്പയർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. അവരെന്ത് ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും അല്ലെ. എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഓൺ ദി ഡേ ഓഫ് ഗുരുപർവ്, ഗുരുപർവിന്റെ ദിവസം. ആൻഡ് ഗുരുദ്വാരാസ് ആൻഡ് ഹൗസസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് ലൈറ്റ്സ്. എന്താണ്, ഡെക്കറേറ്റ് ചെയ്യും അല്ലെ ഗുരുദ്വാരയും ആൻഡ് വീടുകളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഗുരുപർവ് ഇസ് എ ഫെസ്റ്റിവൽ. ഓക്കെ, ഗുരുപർവ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫെസ്റ്റിവൽ ആണ്. അപ്പൊ എന്താണ്, സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ് ഗുരുപർവായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഗുരുപർവിന് എവിടെ പോയിട്ടാണ് പ്രാർത്ഥിക്കാറ്, പ്രേ ചെയ്യാറ്? ഗുരുദ്വാരാസിൽ പോയിട്ട് പ്രാർത്ഥിക്കും അല്ലെ. ഗുരുക്കന്മാരുടെ പ്ലേസ് ആണ് ഗുരുദ്വാരാസ് അല്ലെ. നമ്മുടെ അമ്പലമൊക്കെ പോലെയുള്ള ഒരു പ്ലേസ് ആണ് ഗുരുദ്വാര. ആൻഡ് ദേ പ്രിപ്പയർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ആൻഡ് ഗുരുദ്വാരാസ് ആൻഡ് ഹൗസസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് ലൈറ്റ്സ്. അവരെന്ത് ചെയ്യാറുണ്ട്, പ്രിപ്പയർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട് അല്ലെ. എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എന്താണ്, നമ്മുടെ വീട്ടിൽ അങ്ങനെയാണല്ലേ. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയില് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി എന്ത് ചെയ്യും, നമ്മൾ അത് നമ്മുടെ റിലേറ്റീവ്സിനും നൈബേഴ്സിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെ. സ്പെഷ്യൽ എന്താണ്, ക്രിസ്മസിന് ആണെങ്കിൽ നമ്മൾ കേക്കൊക്കെ അടുത്ത വീടുകളിലും ഫ്രണ്ട്സിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. അതുപോലെയാണ് ഗുരുപർവിന് എന്താ ചെയ്യാ, ദേ പ്രിപ്പയർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദി സ്പെഷ്യൽ ഫുഡ് ഓൺ ദാറ്റ് ഡേ അല്ലേ. ആ ദിവസം ഉണ്ടാക്കിയ
ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണം എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു ഗുരുപർവിന് എന്താണ് ഉണ്ടാക്കുക, ഗുരുപർവിന് എന്ത് ഡിഷാണ് ഉണ്ടാക്കുക, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കോളം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഹോളി, ഈദ്, ക്രിസ്മസ് ആൻഡ് ഗുരുപർവ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം നമ്മൾ ഫില്ല് ചെയ്തില്ലേ നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അതിലെന്തൊക്കെയുണ്ട്, ഹോളിയുടെ അന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുക, വാട്ട് ഈസ് ദി സ്പെഷ്യൽ ഡിഷ് ഓഫ് ഓൺ ദ ഡേ ഓഫ് ഹോളി, ദാറ്റ് ഈസ് ഗുജിയ. ഹോളിയുടെ അന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് നമ്മൾ ഗുജിയ എന്ന് പറയും. ദെൻ ഈദ്, സിവൈൻ, നമ്മൾ അത് പഠിച്ചു അല്ലേ. ഈദിന് സിവൈൻ ആണ് നമ്മൾ ഉണ്ടാക്കാറ്. ദെൻ ക്രിസ്മസ്, ദാറ്റ് ഈസ് ക്രിസ്മസ് കേക്ക് അല്ലെ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരിക, ക്രിസ്മസ് കേക്ക് ആണ് അല്ലെ. അപ്പൊ ക്രിസ്മസിന്റെ ഡിഷ് എന്താണ്, ക്രിസ്മസ് കേക്ക് ആണ്. ആൻഡ് ഗുരുപർവ്, ഗുരുപർവിന് എന്താണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വാട്ട് ഈസ് ദി സ്പെഷ്യൽ ഡിഷ് ഓൺ ദ ഡേ ഓഫ് ഗുരുപർവ് ഈസ് ഹൽവ. അന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുക, ഹൽവയാണ് അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, ഗുരുപർവിന്റെ ദിവസം ഈ ഹൽവ പ്രിപ്പയർ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും, ഹൽവ മാത്രമല്ല സ്വീറ്റ്സ്, മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുകയും നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എന്ത് ചെയ്യും, ഹൽവയും സ്വീറ്റ്സും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. ക്ലിയർ, ക്ലിയർ. അപ്പൊ എന്താണ്, നമ്മുടെ പോർഷൻ കഴിഞ്ഞു. അതോടുകൂടി എന്ത് കഴിഞ്ഞു, നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററും കഴിഞ്ഞു. ഇനി അതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുകൂടെ നോക്കി നമുക്കിപ്പോ പെട്ടെന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മുടെ സെക്കൻഡ് സെം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സെം കഴിഞ്ഞു എന്ന് കരുതി പൂട്ടി വെക്കരുത്, ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം അല്ലെ. നമുക്ക് തന്നെയാണ് നല്ലതല്ലേ. അപ്പൊ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഫ്രീ ടൈമിലൊക്കെ എന്ത് ചെയ്യണം, ഫസ്റ്റ് സെം ഒക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, അത്രയും നോളജ് നമുക്ക് ഉണ്ടാവും അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് വായിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോ നമ്മള് ഈ പോർഷനിൽ നമ്മൾ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫെസ്റ്റിവൽസ് ആർ ഫൺ അല്ലെ. ആഘോഷങ്ങൾ എപ്പോഴും വളരെ ഫണ്ണാണ് അല്ലെ, വളരെ എൻജോയ് ആണ് അല്ലെ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറ് എല്ലാ ഫെസ്റ്റിവൽസും. അപ്പൊ ഫെസ്റ്റിവൽസ് ആർ ദ സ്പെഷ്യൽ ഡേയ്സ്, വി ഹാവ് ഫൺ ഓൺ ദീസ് ഡേയ്സ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഫെസ്റ്റിവൽസ് ആർ ദ സ്പെഷ്യൽ ഡേയ്സ്. ഈ ദിവാലി, ഈദ്, ക്രിസ്മസ്, ഗുരുപർവ് ഇതൊക്കെ മാത്രമാണോ ഫെസ്റ്റിവൽസ്? അല്ലല്ലോ. നമ്മൾ ഓണം ഒക്കെ ആഘോഷിക്കാറുണ്ട് അല്ലെ. ഓണം, വിഷു ഇതൊക്കെ എന്താണ്, ഫെസ്റ്റിവൽ ആണ് അല്ലെ. നമ്മള് നമ്മുടെ ഫാമിലി ഒക്കെ ആയിട്ട് റീജോയിൻ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ദിവസങ്ങളാണ് ഫെസ്റ്റിവൽസ് അല്ലെ. അപ്പൊ എന്താണ്, ദിവാലി, ഈദ്, ക്രിസ്മസ് ആൻഡ് ഗുരുപർവ് ഇത്രയും ഫെസ്റ്റിവൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഓണം, വിഷു ഇതൊക്കെ എന്താണ്, എല്ലാം ഈസ്റ്റർ ഒക്കെ എന്താണ്, ഫെസ്റ്റിവൽസ് ആണ്. അപ്പൊ ദിവാലിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ദിവാലി ഇസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ദീപങ്ങളുടെ ആഘോഷത്തിനെയാണ്, ഉത്സവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി കോൾ ദാറ്റ് ദിവാലി. ആൻഡ് ഈദ് ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ മന്ത് ഓഫ് ഫാസ്റ്റിംഗ് അല്ലെ. ഒരു മാസത്തെ വ്രതത്തിന് ശേഷമാണ് എന്ത് ചെയ്യാറ്, ഈദ് ആഘോഷിക്കാറ്. ആൻഡ് ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th December അല്ലെ. ക്രിസ്മസ് വരാൻ പോവാണ്, 25 ഡിസംബറിനാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറ്. ആൻഡ് ഗുരുപർവ് ആർ ദ ബർത്ത്ഡേസ് ഓഫ് സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ് ഗുരുപർവ്. ഓക്കെ, ക്ലിയർ? ഇറ്റ് ഈസ് ക്ലിയർ? യെസ്, യെസ്. ഓക്കെ, നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണുള്ളത് എന്ന് ഒന്ന് നോക്കാം. ലെറ്റസ് റിവൈസ്. എന്തിനാണ് അത് കൊടുക്കുന്നത്? ലെറ്റസ് റിവൈസ് എന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് റിവൈസ് ചെയ്യാനാണ് അല്ലെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എവിടെ വരെയായി എന്നൊന്ന് റിവൈസ് ചെയ്യാനാണ്. ലിസൺ ഹിയർ. ഫെസ്റ്റിവൽസ് ആർ എ ലോട്ട് ഓഫ് ഫൺ. വി ടോൾഡ് ഓൾറെഡി അല്ലെ. ഫെസ്റ്റിവൽസ് എന്താണ്, ലോട്ട്സ് ഓഫ് ഫൺ വി ഹാവ് അല്ലെ. നമുക്ക് എന്താണ്, ഒരുപാട് സന്തോഷമാണല്ലേ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വേണ്ടി. ദെൻ ദിവാലി ഈസ് കോൾഡ് ദ ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, ദിവാലി ഈസ് കോൾഡ് ദ ഫെസ്റ്റിവൽസ് ഓഫ് light. Okay, festivals of light is called Diwali. Both are same. On Eid, people give money and clothes to the poor. നമ്മൾ പറഞ്ഞു അല്ലേ, ഈദിന് എന്താ ചെയ്യാറ്, നമ്മള് people give money and clothes to the poor. We give money and clothes to the poor people അല്ലേ. പണവും ഡ്രസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് അല്ലെ. അതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്ലോത്തും മണിയും പണവും ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ക്രിസ്മസ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വി ഓൾറെഡി സേസ് ദാറ്റ്
Christmas is the birthday of Jesus Christ and we celebrate Christmas on November 25th and December 25th and Gurupals are the birthdays of the Sikh Gurus. നമ്മൾ പറഞ്ഞു അല്ലേ, സിഖ് ഗുരുക്കന്മാരുടെ ബർത്ത്ഡേ ആണ് ഗുരുപർബ്. ക്ലിയർ? അതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലാസ്റ്റ് പോർഷനിൽ ഫെസ്റ്റിവൽസ് ആർ ഫൺ എന്ന പോർഷനിൽ ഉള്ളത്. അപ്പൊ ഏതൊക്കെ ഫെസ്റ്റിവൽസ് ഏതൊക്കെ ടൈമിലാണ് ആഘോഷിക്കുക, അന്ന് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി, അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് എന്തൊക്കെയാണ്, ഓൺ ദി സ്പെഷ്യൽ ഡേ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. ആ സ്പെഷ്യൽ ഡേയിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാൻ വേണ്ടിയുള്ളത്. ദെൻ ഫൺ ടു ലേൺ അല്ലേ. ദെൻ നമുക്ക് തന്നിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോ നോക്കാം. fill in the blanks, choose words from the box. എന്ത് ചെയ്യണം? ഈ ബോക്സിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതി നമ്മൾ ആ ഭാഗം ഫിൽ ചെയ്യണം. എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ, dash are fun. എന്താണ്? വാട്ട് ആർ ഫൺസ്? എന്താണ് ഫൺ എന്ന് പറഞ്ഞത്? അവിടെ ബോക്സിൽ എന്തൊക്കെയുണ്ട്? ദിവാലി, സെവൈൻ, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഫെസ്റ്റിവൽസ്. ഇത്രയും സാധനങ്ങളാണ് അവിടെ ബോക്സിൽ തന്നിട്ടുള്ളത്. ഡാഷ് ആർ ഫൺ. എന്താണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്? എന്താണ്? ഏത് ദിവസമാണ് നമ്മൾ വളരെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? ഏത് ദിവസമാണ്? ഡാഷ് ആർ ഫൺ. ഡാഷ് ആർ ഫൺ അല്ലേ? ഏതാണ് അലൻ? ഏത് ദിവസമാണ് നമ്മൾ എൻജോയ് ചെയ്യാറ്? അപ്പൊ അവിടെ ഏതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? എന്താണ് മോനെ? മിസ്സിന് കേൾക്കാൻ വയ്യ, ഒന്നുകൂടെ പറഞ്ഞു. ഗുഡ്. ഫെസ്റ്റിവൽസ് അല്ലേ? ഫെസ്റ്റിവൽസ് ആർ ഫൺ. ഓക്കെ അലൻ, ഗുഡ്. ഫെസ്റ്റിവൽസ് ആർ ഫൺ. അപ്പൊ അവിടെ നമ്മൾ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഫെസ്റ്റിവൽസ്. സ്പെല്ലിംഗ് തെറ്റിക്കാതെ നന്നായി നോക്കി എഴുതണം. സ്പെല്ലിംഗ് പറഞ്ഞു തന്നെ എഴുതണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? സ്പെല്ലിംഗ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ ഫെസ്റ്റിവൽസ്, FESTIVALS, ഫെസ്റ്റിവൽസ് ആർ ഫൺ. ഷബറ, എന്താണ് മോളെ? വീഡിയോ ഓഫ് ആണല്ലോ ഷബറ. ദെൻ നോക്കാം, സെക്കൻഡ് വൺ നോക്കാം. നന്നായിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാത്തവര് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് സ്പെല്ലിംഗ് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. Then dash is called the festival of light. What is the festival of light? ഏതാണ് റയാൻ? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. അൺമ്യൂട്ട് ചെയ്ത് മോനെ. What is the festival of lights? Deepavali. Okay, Diwali is the good. Diwali is the festival of light. Diwali, DIWALI, Diwali. Okay, Diwali is called the festival of light. Diwali. നെക്സ്റ്റ് പറയാം. എഴുതാത്തവർ എന്ത് ചെയ്യാൻ? നന്നായിട്ട് അതവിടെ നോട്ട് ചെയ്ത് വെക്ക, തെറ്റാതെ ക്ലാസ് കഴിഞ്ഞ ശേഷം എഴുതിയെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ എന്താണ് ടൈം ഇപ്പൊ കഴിയാൻ വേണ്ടി പോവാണ്. Then on Eid people cook zevain അല്ലേ? നമ്മൾ എന്താ ചെയ്യാ? ഈദിന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സെവൈൻ എന്നവിടെ എഴുതി വെക്കണം. ഇപ്പൊ എന്ത് ചെയ്യാ? മക്കള് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടൈം കഴിയും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പൊ എന്താണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം. ഇതൊക്കെ ഈസി ആണല്ലേ? ക്രിസ്മസ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. We know that Christmas is the birthday of Jesus Christ. Okay, first one, festivals are fun. Second one, Diwali is called the festival of light. And third one, on Eid people cook zevain and Christmas is the birthday of Jesus Christ. Okay, clear? And write T for true or F for false. എന്താണ് ചെയ്യേണ്ടത്? കുറെ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്. അപ്പൊ ട്രൂ ആയ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ടി എന്ന് നോട്ട് ചെയ്യണം. ഫോൾസ് കാര്യങ്ങൾക്ക് എഫ് എന്ന് നോട്ട് ചെയ്യണം. എന്താണ് അമൃത? ക്ലിയർ? ഇഫ് എനി പ്രോബ്ലം? Yeah, listen here. On Holi, people light candles and diyas. Is it true or false? ഹോളിക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഹോളി ദിവസം നമ്മൾ
മെഴുകുതിരിയും ദീപങ്ങളും ഒക്കെ കത്തിക്കാറുണ്ടോ? ഹോളി എങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കാറ്? ഫോൾസ് ആണല്ലേ ഇത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? എഫ് എന്ന് എഴുതണം. ആ കോളത്തിൽ എന്ത് ചെയ്യണം? എഫ് എന്ന് എഴുതണം. കാരണം ദീപാവലിക്കാണ് നമ്മൾ വിളക്കുകൾ കൊണ്ട് ആഘോഷിക്കാറ് അല്ലേ? ബിക്കോസ് ദിവാലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? എഫ് എന്ന് നോട്ട് ചെയ്യണം. ഈദ് ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ എ മന്ത് ഓഫ് ഫാസ്റ്റിംഗ്. ദാറ്റ് ഈസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ട്രൂ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ട്രൂ ആൻഡ് ടി എന്ന് നമ്മൾ നോട്ട് ചെയ്യണം. Then Gurupals are the birthdays of the Sikh Gurus. That is the right statement അല്ലേ? അത് ട്രൂ ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ടി. അപ്പൊ ആദ്യത്തേത് മാത്രം ഫോൾസ് ആണ്, ബാക്കി രണ്ടും എന്താണ്? ട്രൂ ആണ് അല്ലേ? Then answer these questions അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതെന്ത് ചെയ്യാം? മിസ് വാട്സപ്പില് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തരാം. കഴിഞ്ഞ പോർഷനിൽ എഴുതിയത് മാതിരി സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കാതെ നല്ല കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് എഴുതണം, നോട്ട്ബുക്കിലേക്ക് എഴുതണം, പഠിക്കണം. ഓക്കെ. ദെൻ മോഡൽ ടെസ്റ്റ് പേപ്പർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ എക്സാമിന് ഉണ്ടാവുന്ന മോഡൽ ടെസ്റ്റ് പേപ്പർ ആണ്. എന്താണത്? ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ടൈം കിട്ടുമ്പോ, ഇപ്പൊ തന്നെ കമ്പൽസറി ആയിട്ട് ചെയ്യണ്ട, ടൈം കിട്ടുമ്പോ വായിച്ചു നോക്കിയിട്ട് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ പഠിച്ചോ എന്നൊക്കെ, എക്സാം എങ്ങനെയാണ് ഉണ്ടാവുക, എക്സാമിന് ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മോഡൽ ടെസ്റ്റ് പേപ്പർ അവിടെ തരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ടൈം കിട്ടുമ്പോ അതൊന്ന് നോക്കണം. ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ എക്സാം കഴിഞ്ഞതാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? അതൊന്ന്